സഹോസ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് എൻ്റെ വല്യമ്മച്ചിയാണ്. ഇന്നിവിടെ വീട്ടിൽ വന്നപ്പോൾ കുറച്ച് നേരം അമ്മച്ചിയോട് ഇങ്ങനെ കുറേ നേരം സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ചിന്തിച്ചു, അങ്ങനെയാണെങ്കിൽ അമ്മച്ചി പറഞ്ഞ കാര്യങ്ങൾ ഒരു പക്ഷേ നിങ്ങൾക്കും ഉപകാരപ്രദമാകുമെന്ന് തോന്നി. അതുകൊണ്ട് വീഡിയോ ചെയ്യുന്നതാണ് അല്ലേ അമ്മച്ചി? അതെ അതെ അതെ. ഞാൻ നേരത്തെ പറഞ്ഞതൊന്നും അല്ലല്ലോ. അല്ല, ഇപ്പൊ പറഞ്ഞപ്പോൾ പെട്ടെന്ന് അമ്മച്ചി റെഡി ആയിട്ട് ഇവിടെ വന്നിരുന്നു. അമ്മച്ചിയുടെ പേരൊക്കെ ഒന്ന് പറഞ്ഞേ. എൻ്റെ പേര് മറിയം. മറിയം. ഇവിടെ എന്നെ സാധാരണ വിളിക്കപ്പെടുന്നത് ചിന്നമ്മ. ചിന്നമ്മ എന്ന് വിളിച്ചാലാണ് അല്ലേ അറിയത്തുള്ളൂ. അമ്മച്ചിക്ക് ഇത് സ്ഥലം ജോസ്ഗിരിയാണ്. ജോസ്ഗിരിയാണ് വീട്. അമ്മച്ചി ഇവിടെ വന്നത് 1959 1959. അപ്പോൾ 2026 ഇത്രയും നാള് ഈ നാട്ടിൽ ജീവിച്ച അമ്മച്ചിയാണ്. ഒത്തിരി കാര്യങ്ങൾ കണ്ട് അറിഞ്ഞ് ജീവിച്ച ആളാണ്. അമ്മച്ചിയുടെ വീട് എവിടെയായിരുന്നു? എൻ്റെ വീട് ഉള്ളനാട്. ആയിട്ട് കല്യാണം കഴിഞ്ഞ ഉടനെ ഇങ്ങ് പോകുന്നോ? ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പോകുന്നു. കല്യാണം കഴിഞ്ഞ 1 വർഷം കഴിഞ്ഞപ്പോഴത്തേ ഇങ്ങോട്ട് പോകുന്നു. അപ്പൊ 1958 കല്യാണം കഴിഞ്ഞു. 1959 ഇങ്ങോട്ട് പോകുന്നു. ഇവിടെ വന്നിട്ടാണ് പിന്നെ നമ്മുടെ ജീവിതം ആരംഭിക്കുന്നത്. അന്ന് ഇവിടെ വരുമ്പോൾ, ജോസ്ഗിരി വരുമ്പോൾ, ഇപ്പോൾ നോക്കി ഇവിടെ വഴികളുണ്ട്, പള്ളിയുണ്ട്, സ്കൂളുണ്ട്, സൗകര്യങ്ങളുണ്ട്. അന്ന് എങ്ങനെയായിരുന്നു? 1959 ഓർക്കുന്നുണ്ട്? ഇപ്പോൾ ഓർക്കുന്നൊക്കെ ഉണ്ട്. 59 ഇവിടെ വന്നപ്പം ഒരു കൈയുടെ പിന്നെ വീതിയേ ഉള്ളൂ പള്ളിയിലൊക്കെ പോകാൻ. എന്നുവെച്ചാൽ കൈയുടെ വീതി എന്ന് പറഞ്ഞാൽ വഴിക്ക് ഉള്ളു. അത്രയുള്ള വഴി. അതിന് ചെറിയ വഴി അത്രയും ചെറിയ വഴിയായിരുന്നു. പള്ളിയിലൊക്കെ പോകുമ്പം ഇവിടെ വന്നപ്പം പള്ളിയൊന്നും ഇല്ല. ഒരു ചുമ്മാ ഒരു മാടം പോലെയുള്ള ഒരു പള്ളിയായിരുന്നു. ആ പള്ളിയിൽ പോകും, എല്ലാ ഞായറാഴ്ചയും പോകും. അങ്ങനെയൊക്കെ സുഖമായിട്ട് ജീവിച്ചു. പള്ളി ഇവിടെ വന്നു പണിതു, കല്ല് ചുമന്നു. ഒരു 10 നാട കല്ലൊക്കെ ഒരു ദിവസം ഒരു ഞായറാഴ്ച ചുമന്നിട്ടുണ്ട് പള്ളിക്ക് വേണ്ടിയിട്ട്. ഞായറാഴ്ച കുർബാന കഴിഞ്ഞാൽ പിന്നെ കലിയപുരമാണ്. അതെ, അത് കുർബാനയ്ക്ക് മുമ്പ് കല്ല് ചുമക്കുമായിരുന്നു. അന്ന് പള്ളി പണിത് ഇപ്പൊ സന്തോഷത്തോടു കൂടി പള്ളിക്കകത്ത് ഇരിക്കാം. ദൈവം തന്നെ ഒരു അനുഗ്രഹമാണ്. ഈ അന്ന് ഇവിടെ വന്നപ്പോ സൗകര്യമൊന്നുമില്ല, വീടുമില്ല. പിന്നെ താമസിക്കാനുള്ള ഭക്ഷണം പല കാലമാക്കാനുള്ള പാത്രം പോലും കുറവായിരുന്നു. ഇവിടെ വന്ന് പണിത് പാത്രങ്ങളും എല്ലാം ചാച്ചായി മേടിച്ച് എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടന്നു. പിന്നെ ഞങ്ങൾ മഠത്തിൽ പണിയുമായിരുന്നു. മഠത്തിൽ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും അവരും നോക്കും, ഞങ്ങളും നോക്കും. വലിയൊരു സഹായമായിരുന്നു. സിസ്റ്റേഴ്സും സഹായമായി, ഞങ്ങൾ അവർക്കും ഒരു സഹായമായിരുന്നു. അന്ന് ഇവിടെ സൗകര്യങ്ങൾ വണ്ടിയൊന്നും ഇല്ലാത്ത കാരണം, അന്ന് പള്ളിയൊന്നും ഇല്ലാത്ത കാരണം പിന്നെ ഈ ആൾക്കാരൊക്കെ വന്നേച്ചിട്ട് വിഷമിച്ചും ഈ ഇടയൊന്നും ഇല്ല. പകുതി ഭാഗം മെഴുകിയതാ പള്ളിക്കകം. അന്ന് ഞങ്ങളിവിടെ വരുമ്പോൾ പകുതി മെഴുകിയ പകുതി സിമെന്റ് ഇട്ടിരിക്കുന്നു. അങ്ങനെയായിരുന്നു. അങ്ങനത്തെ പലകയടിച്ച് പള്ളി. അങ്ങനെയൊക്കെ സുഖമായിട്ടൊക്കെ ജീവിച്ചു. വിഷമൊന്നും ഇല്ലായിരുന്നു. സന്തോഷമായിരുന്നു. സന്തോഷത്തിനുള്ള കാരണം എന്നായിരുന്നു? എൻ്റെ ജീവിത പങ്കാളി നല്ല സ്നേഹത്തോടു കൂടി എല്ലാ കാര്യങ്ങളും നോക്കുമായിരുന്നു. മക്കളുടെ കാര്യങ്ങളൊക്കെ. ഇവിടെ വന്നു 6 മക്കളുണ്ട്. തമ്പുരാൻ തന്നു. അതിലൊരു കൊച്ചിനെ തമ്പുരാന് വേണ്ടി ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചു. അച്ഛനാണ്, ആസാമിലാണ് അത് പോയതും നല്ല കാര്യം. എന്നും ഈ കുഞ്ഞായിരുന്നപ്പോൾ മുതൽ പള്ളി കുർബാനയ്ക്ക് കൂടുകയും എല്ലാം ചെയ്തു. 10ാം ക്ലാസ് പഠിച്ചു കഴിഞ്ഞ് അതുമാത്രം ദൈവവിളിക്ക് പോയി. ഇപ്പോൾ അവിടെ സേവനം ചെയ്ത് ജീവിക്കുന്നു. പല ആണ്ടിൽ 1 വർഷം, ചിലപ്പോൾ 6 മാസമൊക്കെ കുടുംബം വരും എന്നെ കാണാൻ. അങ്ങനെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു. അതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. തമ്പുരാൻ തന്നെ ഇപ്പോൾ 6 മക്കളെ തന്ന് ആ മക്കളെല്ലാവരും കൂടെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു. പിണക്കമൊന്നുമില്ലാതെ അവർ തങ്ങളുടെ സന്തോഷത്തോടു കൂടി. അതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. പിന്നെ കൊച്ചുമക്കളെ 2 പേരെയും തമ്പുരാന് ജോലി ചെയ്യാൻ വിളിച്ചിട്ടുമുണ്ട്. 2 പേരല്ല, 3 പേര്. 3 പേര്. അതെ, 3 പേര്.
4 പേരായില്ലേ, 2 സിസ്റ്ററും തെയ്യാമ്മയുടെ ആ മക്കൾ 3 പേര് സന്തോഷത്തോടു കൂടി അതാണ് ഏറ്റവും വലിയൊരു സന്തോഷം എനിക്ക് ദൈവം വിളിച്ചതിൽ. അത് അവരെനിക്ക് വേണ്ടി ഇന്നും ആരുമായിട്ട് ഒരു നുണ പറഞ്ഞോ വഴക്ക് കൂടിയോ ഒന്നും ജീവിച്ചിട്ട് എല്ലാവരും സന്തോഷത്തോടെ അയൽക്കാരെല്ലാം സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു. അമ്മച്ചോട് ഒരു കാര്യം ചോദിക്കട്ടെ, അന്ന് വന്നപ്പോൾ യാത്രാ സൗകര്യങ്ങളൊക്കെ കുറവായിരുന്നു. അതിനെ കുറിച്ച് പറയാമോ? എങ്ങനെ നിങ്ങൾ നടന്നൊക്കെ വല്ല നടന്നു ആനച്ചാലി വന്നേച്ച് നടന്നിട്ട് 12 മൈലോളം നടന്നാണ് ഇവിടെ എത്തുന്നത്. ആനശാലി നടക്കണം, അവിടെ വരെ ബസ്സുള്ളൂ. അവിടെ വരെ ബസ്സുള്ളൂ. അവിടെ നിന്ന് ഇവിടം വരെ നടന്ന് അന്ന് തലയിലൊരു ചുമട് എളിയിലൊരു കൊച്ച് അങ്ങനെയൊക്കെ വന്ന് 12 കിലോമീറ്റർ ഇങ്ങനെ നടന്നാണ്. എന്നാലും അതൊരു വിഷമമായിട്ടൊന്നും തോന്നിയിട്ടില്ല ഇന്ന് വരെ. അങ്ങനെ യാത്രാ സൗകര്യം ഭക്ഷണമൊക്കെ എന്താ അന്ന്? ഭക്ഷണം അവിടെ നിന്ന് കടയിലൊന്നും അങ്ങനെ കടയൊന്നും ഇല്ല. പിന്നെ ഭക്ഷണമൊന്നും കഴിക്കാൻ അവിടെ നിന്ന് പൊതിച്ചോറ് കൊണ്ടുവരും. എവിടുന്ന്? പാലായിൽ നിന്ന് പോരുമ്പോൾ പൊതിച്ചോറ് കെട്ടി പോരും. എന്നിട്ട് കുറച്ച് നടന്നു കഴിയുമ്പോഴത്തേനും വിശക്കല്ലേ, അന്നേരം വഴിക്ക് ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ച് ഇനി പോരും. പിന്നെ ഇവിടെ വന്ന് പിന്നെ വെച്ച് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കും. അത്രയും സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു. ഇന്നും പിണക്കമൊന്നും ഇല്ലാതെ ജീവിച്ചു. ഈ വന്യമൃഗങ്ങളുടെ ശല്യം അന്ന് വന്യമൃഗങ്ങളുടെ ശല്യമൊന്നും ഇല്ല. ഞങ്ങൾ വരുമ്പോൾ ആന ശല്യമൊന്നും ഇല്ലായിരുന്നു. ആനയുടെ ശല്യമൊക്കെ കുറഞ്ഞായിരുന്നു. ഞങ്ങൾ കാട്ടാനെയൊന്നും കണ്ടിട്ടില്ല. ഇല്ല. അപ്പോൾ അന്നത്തേക്കാ ശല്യം ഇന്നുണ്ടോ? ഇന്ന് ഇന്ന് കാട്ടു മൃഗങ്ങളുടെ ശല്യമുണ്ട്. പന്നി, കുരങ്ങ്, അങ്ങനെയൊക്കെ ഉള്ള ശല്യങ്ങളുണ്ട്. ഭക്ഷണം വല്ലതും കപ്പയൊക്കെ ഇട്ടാലൊന്നും പന്നിയൊക്കെ വന്ന് കൊണ്ടുപോകും. അന്ന് കുഴപ്പമൊന്നുമില്ലാതെ. അന്ന് അത്രയും ബുദ്ധിമുട്ടേറി പ്രശ്നങ്ങളായിരുന്നു. ഒരു കാട് പോലെ ആയിരുന്ന സ്ഥലം. എന്നാലും നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു. ഇന്ന് ഇവിടെ എല്ലാം വികസിച്ച് വഴികളുണ്ടായി, സൗകര്യങ്ങളുണ്ടായി. എന്നാലും ഇപ്പോഴാണ് മൃഗങ്ങളുടെ ശല്യം കയറി വരുന്നത്. അമ്മച്ചി ഈ പള്ളിയിലെ കാര്യങ്ങൾ പറഞ്ഞു, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇപ്പോൾ അമ്മച്ചിയുടെ കാലത്ത് കുട്ടികളെയൊക്കെ വളർത്താനൊക്കെ ബുദ്ധിമുട്ടായിരുന്നില്ലേ? വലിയ ബുദ്ധിമുട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഇല്ല 6 മക്കൾ ഉണ്ടായാലും അവരെ വളർത്തുന്നതായിരുന്നാലും വലിയ ബുദ്ധിമുട്ടൊന്നും അതേപ്പറ്റി ചിന്തിച്ചേ ഇല്ല. അതൊക്കെ ദൈവം കാത്തുകൊണ്ടായിരുന്നു അന്നും ഇന്നും. ദൈവം ഇല്ലെങ്കിൽ എല്ലാം ബുദ്ധിമുട്ടല്ലേ. ദൈവം ഉണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടും നമ്മൾ ചിന്തിച്ചിട്ടില്ല. ചിന്തിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. കഴിഞ്ഞ കാലം കഷ്ടപ്പെട്ടതൊന്നും ഇന്ന് ആ ചിന്തയൊന്നുമില്ല. അന്ന് കഷ്ടപ്പെട്ട് ജീവിച്ചത് കാരണമാണ് ഇന്ന് മക്കളൊക്കെ എല്ലാവരും സന്തോഷത്തോടു കൂടി ജീവിക്കുന്നത്. അമ്മച്ചിക്ക് ഇപ്പം എത്ര വയസ്സായി? എനിക്ക് 87 വയസ്സായി. കണ്ടാ പറയോ? മുഖത്തേക്ക് നോക്കിയ ചിരികൾ പറയോ? 87 വയസ്സായത് പറയില്ല. ആകെ ചെറുതായിട്ടൊരു സ്റ്റിക്ക് മാത്രം. ഒരു വടിയുണ്ട് എനിക്ക്. ഇന്ന് വടിയുണ്ട്. ബാക്കിയെല്ലാം നമ്മളെക്കാളൊക്കെ ആരോഗ്യവതിയാണ് അമ്മച്ചി. അല്ലേ? അപ്പൊ അന്ന് വലിയ അസുഖമൊന്നുമില്ല എനിക്ക് ഇന്നും. പിന്നെ കാലിന് ഇച്ചിരി മുട്ടുവേദനയൊക്കെ ഉള്ളൂ. അത് പ്രായമാകുമ്പോൾ ദൈവത്തെ ഓർക്കാൻ വേണ്ടിയിട്ട് തന്നെ ഒരു രോഗമുള്ളൂ. അത് അല്ലെങ്കിൽ രോഗമൊന്നുമില്ല, സുഖമായിട്ട് ജീവിക്കുവാണെങ്കിൽ തമ്പുരാനെ മറക്കും. ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉള്ളതാണ് നല്ലത്. അന്ന് നമുക്കറിയാലോ, അന്ന് ഈ ഇടുക്കി വളരുന്നതെല്ലാം പ്രധാനപ്പെട്ട കാരണം അന്ന് വികാരിയച്ചന്മാർ കോതമംഗലത്തു നിന്നൊക്കെ അച്ഛന്മാർ വന്ന്, മറ്റു സ്ഥലങ്ങളിൽ നിന്നൊക്കെ അച്ഛന്മാർ വന്നാണ് ഇവിടെ ഇടുക്കി നല്ലപോലെ ഡെവലപ്പ് ആക്കിയത്. ഇവിടെ നമ്മുടെ ഇടവകയിൽ അമ്മച്ചി ഓർക്കുന്ന അച്ഛന്മാരും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? ഇടവക അച്ഛന്മാർ ചെയ്ത കാര്യങ്ങൾ, റോഡ് വെട്ടിയത്, അതുപോലെ തന്നെ ഈശ്വരത്തിൻ്റെ കാലത്താണ് ഇവിടെ റോഡൊക്കെ ഈ വഴിക്കൊക്കെ വന്നത്. ഈശ്വരത്തിനൊക്കെ നന്നായിട്ട് പണിയുമായിരുന്നു. ഇവിടെ വരുന്ന അച്ഛന്മാരൊക്കെ നല്ല സ്നേഹമുള്ള അച്ഛന്മാരാണ്. സന്തോഷത്തോടു കൂടി ഈ വീടുകളിലൊക്കെ വന്ന് എപ്പോഴും അന്വേഷിക്കും, സുഖമാണോ എന്നൊക്കെ ചോദിക്കും. ഇന്നും അച്ഛന്മാർ വന്ന് ഒരു മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇടവകയിലെ വികാരി അച്ഛൻ വന്ന് എന്നെ അന്വേഷിക്കും. ഈ കഴിഞ്ഞ ദിവസം വന്നു തോന്നുന്നല്ലേ? ഇപ്പോൾ ഒരു 12 കൊല്ലം മുമ്പ് ഇവിടെ ഇരുന്ന ഒരച്ഛൻ വരെ ഈ അടുത്ത ദിവസം ഇവിടെ വന്നു. പുതുപ്പറമ്പിലച്ഛൻ.
അങ്ങനെ അച്ഛന്മാരുടെ സ്നേഹത്തിലാണ് അതെ നമ്മളെല്ലാവരും വളർത്തപ്പെട്ടത്. അച്ഛന്മാരൊക്കെ വരികയാണെങ്കിലും ഇവിടുത്തെ ഈ വീട്ടിലെ അങ്ങനത്തെ പോലെയുള്ള പെരുമാറ്റങ്ങളാണ് ഇവിടെ വന്നാൽ. ഈ നമ്മുടെ സിസ്റ്റേഴ്സിനെ കുറിച്ച് പറയാം. ഒത്തിരി കാലം മഠത്തിലൊക്കെ മഠത്തിൽ ഒത്തിരി കാര്യങ്ങൾ. മഠത്തിലെ സിസ്റ്റർമാർ ഞാനുമായിട്ട് ഇന്ന് വരെ പിണങ്ങിയിട്ടില്ല. 40 വർഷം മഠത്തിൽ പണിതു. അവർക്കും ഞാനും അവിടെ കിച്ചണിൽ ആളില്ലാത്തപ്പം ഞങ്ങൾ പോയി പിന്നെ പണിയും. ഞാനും കിച്ചണിൽ പോയി അവർക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കും, കൊടുക്കും. അച്ഛന്മാർക്കാണേലും ഉണ്ടാക്കി പൊതി കെട്ടി കൊടുത്തു വിട്ടിട്ടുണ്ട്. ഞാൻ സിസ്റ്റേഴ്സിനെ കാണാറ്, പ്രായമായ സിസ്റ്റേഴ്സിനെ കാണുമ്പോൾ ചാച്ചായും അമ്മച്ചിയും അവരെ ഒത്തിരി സഹായിച്ചെന്ന് പറഞ്ഞു. അവർക്ക് ഓരോ സ്ഥലങ്ങളിൽ കൊണ്ടുപോകാനും സാധനങ്ങളൊക്കെ മേടിക്കാനും ഒത്തിരി ചാച്ചായി സഹായിച്ചെന്ന് പറയുന്നുണ്ട്. അന്ന് വണ്ടിയൊന്നും ഇല്ലാത്ത കാരണം ഇവർ നാട്ടിനൊക്കെ പോകണമെങ്കിൽ 5 മണിയാകുമ്പോൾ അന്നേരമൊക്കെ തേക്കങ്കാലം വരെ ബസ് വരും, രായക്കട്ടി വരെ. അപ്പം തേക്കങ്കാലത്തിൽ കൊണ്ടുപോയി ഇവരെ ധ്യാനിക്കാനൊക്കെ പോകുമ്പം അവരെ കൊണ്ടുപോയി പിന്നെ തേക്കങ്കാലത്തിൽ കൊണ്ടേ വണ്ടിയെ കയറ്റി വിടും. വൈകുന്നേരം തിരിച്ചു വരുമ്പോഴത്തേനും ഒരു 5 മണിയൊക്കെ കഴിയും. അന്നേരത്തേനും താത്തായി ചെന്ന് അവരെ കൂട്ടിക്കൊണ്ട് വരും ഇവിടെ. അങ്ങനെയായിരുന്നു എന്നും. അങ്ങനെയാണ് അവര് സിസ്റ്റർമാരോട് ആരെങ്കിലും ചോദിക്കുക എത്ര പേരുണ്ട്, അല്ല പിന്നെ നിങ്ങൾ എൻ്റെ സിസ്റ്റർമാരൊക്കെ വരുമ്പോൾ ഞങ്ങളോട് ചോദിക്കും എങ്ങനെയുണ്ട്, സുഖമാണോ. അവർ ഇവിടെ എത്ര പേരുണ്ടെന്ന് ചോദിച്ചാലും അവർ പറയും പിന്നെ എന്നെയും ചേട്ടനെയും കൂടെ കൂട്ടിയേ പറയുള്ളൂ ഇത്ര പേരുണ്ടെന്ന്. അമ്മച്ചിയുടെ മക്കളും കൊച്ചുമക്കളും മരുമക്കളും വന്നു, അതുകൊണ്ടാണ് അമ്മച്ചി അങ്ങോട്ട് നോക്കുന്നത്. അതെ അതെ, അവർ എല്ലാവരും വന്ന് എന്നെ അന്വേഷിക്കുകയും എന്നെ അവർ അന്വേഷിക്കുകയും ചോദിക്കുകയും അല്ല മാസത്തിൽ ഒന്നെങ്കിലും മക്കളെല്ലാവരും ഇവിടെ വന്ന് ഒന്നിച്ചു കൂടും. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ വീഡിയോ ഇടയ്ക്ക് നോക്കിയത്. ഇതിനേക്കാൾ പ്രധാനപ്പെട്ട അതാണല്ലോ. അപ്പൊ അങ്ങനെ ഇപ്പൊ 87 വയസ്സായി. നാള് ദൈവം നടത്തി. ചെറിയൊരു സമയമല്ലല്ലോ 87 വയസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ സമയമല്ല. ആരോഗ്യം ദൈവം തന്നു, അവരുടെ എല്ലാ ജീവിത സാഹചര്യം തന്നു. ഇപ്പൊ ഈ വീട് തന്നെ അമ്മച്ചി ഇപ്പൊ പറഞ്ഞല്ലേ ഒരു 4ാമത്തെ വീട്ടിൽ അമ്മച്ചി ഇരിക്കുന്നല്ലേ? അതെ അതെ. ആദ്യം എങ്ങനെയായിരുന്നു വീട്? എങ്ങനെയാ ആദ്യം വീട് പുല്ലുകൊണ്ട് മേഞ്ഞ് പുല്ലും കൊണ്ട് മറച്ചുവാണ് ജയിച്ചത്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ മണ്ണ് കൊണ്ട് വീടുണ്ടാക്കി. പിന്നെ സിമെന്റ് കൊണ്ട് ഉണ്ടാക്കി. ഇപ്പൊ ഇച്ചിരി വെച്ചുണ്ടാക്കി. അത്രയും നാളെ ഈ ഭൂമി ജീവിച്ചു. അന്ന് ഈ പോത്തനാമഴി പിതാവാണ് ഇവിടുത്തെ പിതാവ്, കോതമംഗലം. ഞങ്ങളിവിടെ വരുമ്പോൾ അന്നൊരു രൂപതയായിരുന്നല്ലോ. അപ്പൊ സന്തോഷം. അതെ, എനിക്ക് സന്തോഷമുള്ളൂ. ഞാൻ ഒരിക്കലും സന്തോഷമില്ലാതെ ജീവിച്ചിട്ടില്ല. സന്തോഷത്തോടു കൂടിയാണ് ജീവിക്കുന്നത്. അത് ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടാകട്ടോ. അവസാനമായിട്ട് ഒരു വാക്ക് പറഞ്ഞു ഇവരോട്. ജീവിതത്തിൽ ജീവിതത്തിൽ പഠിച്ച ഒരു കാര്യം പറയാമോ? ഇത്രയും 87 വയസ്സ് പ്രായത്തിനിടയിൽ അമ്മച്ചി പഠിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എനിക്ക് ഏറ്റവും നല്ല കാര്യം എൻ്റെ കൊച്ചുങ്ങളെ പിന്നെ ദൈവ ശുശ്രൂഷയ്ക്ക് വിളിച്ചതിലാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. അച്ഛനുണ്ടെന്ന് പറഞ്ഞില്ല, അച്ഛനും സിസ്റ്റേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞില്ല, അതാണ് അമ്മച്ചി പറയുന്നത് അല്ലേ? അതെ 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 അതെ. അതാണ് അമ്മച്ചി ഇന്നത്തെ സന്തോഷത്തിനുള്ള കാരണം. അതെ. അപ്പൊ അങ്ങനെയുള്ള അപ്പൊ സന്തോഷം കേട്ടോ. സന്തോഷത്തോടു കൂടി ഇന്നും ജീവിക്കുന്നു. അപ്പോൾ കുറച്ച് തിരക്കുകളൊക്കെ ഉള്ളതുകൊണ്ട് താൽക്കാലികമായിട്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. അമ്മച്ചി ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹമുണ്ട്, എപ്പോഴും ഉണ്ട്. ഞാൻ ഇന്നും സന്തോഷത്തോടുകൂടി എൻ്റെ കണ്ണിനും കാഴ്ചയുണ്ട്. ബൈബിള് വരെ ഇത്രയും പ്രായമായാലും കണ്ണാടി പോലില്ലാതെ വായിക്കും. അമ്മച്ചി പ്രാർത്ഥന ജീവിതത്തെ കുറിച്ച് പറഞ്ഞു. രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കും പറഞ്ഞില്ലേ? രാവിലെ ഏറ്റവും പ്രാർത്ഥിക്കും. എപ്പോഴും എഴുന്നേക്കും? ഞാൻ 5:30 ആകുമ്പോൾ എഴുന്നേക്കും. എഴുന്നേറ്റിട്ട് എന്ത് ചെയ്യും ആദ്യം? എഴുന്നേറ്റിട്ട് ആദ്യം ഒരു പ്രാർത്ഥനയുണ്ട്, അത് ഞാൻ ചെല്ലും, കുരിശും വരയ്ക്കും. അത് കഴിഞ്ഞിട്ട് എൻ്റെ മക്കള് എനിക്ക് TV വെച്ച് തരും. ഇപ്പോഴ് അതിന് കുർബാന 5:30 ആകുമ്പോൾ മുതൽ 8 മണി വരെ അവിടെ ഇരുന്ന് എല്ലാ കാര്യം. പിന്നെ TVയുടെ അടുത്ത് പിറ്റേ ദിവസം രാവിലെ പോകുള്ളൂ. പിന്നെ വേറെ ഇരുന്ന് എപ്പോഴും ഈ TV ഒന്നും കാണാനിരിക്കുകയല്ല. 5:30 ആകുമ്പോൾ മുതൽ ഇവിടെ ആരാധന. അത് കാരണം ഇപ്പം പള്ളിയിൽ പോക്കില്ല, പറ്റിയല്ല എന്നിട്ടാ.
അത് കഴിഞ്ഞിട്ട് പ്രാർത്ഥന, വൈകുന്നേരം പ്രാർത്ഥനയില്ല? ബൈബിൾ വായന വൈകുന്നേരം അതിനിടയ്ക്ക് ഞാനൊരു 3 മുഴുവൻ കൊന്ത ചെല്ലും. ബൈബിൾ വായിക്കുകയല്ലേ? ബൈബിൾ വായിക്കും. ബൈബിൾ കിടക്കാൻ നേരത്ത് ഒരു മണിക്കൂർ വായിക്കും. 1 മണിക്കൂർ കിടക്കാൻ നേരത്ത് ബൈബിൾ വായിക്കും. എന്നിട്ടേ കിടക്കുള്ളൂ. അത് കണ്ണാടിയൊന്നും വേണ്ട, കണ്ണാടിയൊന്നും വേണ്ട. അതാണ് ഒരു അനുഗ്രഹം. അതാ എൻ്റെ അനുഗ്രഹം. കണ്ണ് കാഴ്ചയില്ലെങ്കിൽ എല്ലാം തീർന്നില്ലേ. അത് കാരണം എനിക്ക് മരിക്കുള്ളൂ ബൈബിൾ വായിക്കാൻ ദൈവം അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ സന്തോഷം ജീവിതം കാര്യങ്ങളെല്ലാം പറഞ്ഞതിന്. അപ്പോൾ നമുക്ക് വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരാം. കുറച്ച് അനുഭവങ്ങളോട് കേൾക്കാം കേട്ടോ. ഗോഡ് ബ്ലെസ് യു.